ഈ പ്രാവശ്യം അതായത് 2025 കേരള തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒന്നടങ്കം ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷം കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ കേരളത്തിലെ ഒരു വലിയ വളർച്ചയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും വലിയ തോതിലൊരു മുന്നേറ്റം ഉണ്ടാക്കിയത് BJP ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഈ LDF UDF BJP പോരാട്ടം, അതിൽ LDF എല്ലാ അർത്ഥത്തിലും ഒരു തിരിച്ചടി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. UDFന് തീർച്ചയായിട്ടും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു റിസൾട്ടാണ് പുറത്തു വന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മൂന്നാം മുന്നണിയുടെ ഒരു വരവാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം LDF UDF പോരാട്ടം മാത്രം ഉണ്ടായിരുന്ന ഘട്ടം മാറി അവിടെ ഒരു മൂന്നാം ബദലായിട്ട് BJPയെ കേരളത്തിൽ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എടുത്തു പറയണം, വിജയത്തിനിടയിലും അതായത് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിനിടയിലും UDF പോലും ആശങ്കപ്പെടുന്ന ഒരു കാര്യം അത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കണക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമാണ്. അതായത് ഇനിയിപ്പോൾ 6 മാസം ഇല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ആ തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിട്ട് ഈ വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് BJPക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു റിസൾട്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് കോർപ്പറേഷനുകളിൽ BJPയുടെ ഈ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അത് ചെറുതല്ല. അത് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം. അതായത് തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത് BJPയുടെ ഭരണം, കോർപ്പറേഷൻ ഭരണം വരിക എന്ന് പറയുന്നത് അതിനി മറ്റ് എവിടെയൊക്കെ ഇനിയിപ്പോൾ LDF UDF വിജയിച്ചെന്ന് പറഞ്ഞാലും തിരുവനന്തപുരം പോലുള്ള സ്ഥലം അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ BJPയുടെ ഒരു വലിയ തോതിലുള്ള വിജയം അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അത് LDFനും UDFനും കനത്ത ക്ഷീണം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം രാജ്യം ഉറ്റുനോക്കിയ ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തലസ്ഥാന നഗരി ആര് ഭരണം പിടിക്കും? ആ ഭരണം പിടിച്ചിരിക്കുന്നത് നിലവിൽ NDA ആണ്. അത് തീർച്ചയായിട്ടും കേരളം പോലും പിടിക്കാൻ അവർക്ക് വരും നാളുകളിൽ കഴിയും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ എടുത്തു പറയേണ്ടത് കോർപ്പറേഷൻ കണക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ BJPയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ, അതായത് തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, ഈ 6 കോർപ്പറേഷനെ നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊല്ലത്തെയും അതോടൊപ്പം തന്നെ കോഴിക്കോടെയും BJPയുടെ ഒരു മുന്നേറ്റമാണ് ശരിക്കും പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടമായി അവർക്ക് മാറിയതും UDFനെയും LDFനെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. കൊല്ലത്ത് 2020 കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ BJPക്ക് ഉണ്ടായിരുന്ന 6 സീറ്റുകളാണ് കോർപ്പറേഷൻ്റെ. അതിപ്പോൾ ഇരട്ടിച്ചുകൊണ്ട് 12 സീറ്റുകളാക്കി മാറ്റാനായിട്ട് BJPക്ക് സാധിച്ചിരിക്കുന്നു. അത് 2 അക്കം കടന്നിരിക്കുന്നു എന്നുള്ളത് വളരെയധികം ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഒരു തൂക്കസഭയിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലായിരുന്നു കൊല്ലത്തെ കാര്യമെന്ന്. ഒരു ഘട്ടത്തിൽ LDF 3ാം സ്ഥാനത്ത് പോകുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ മാറി. LDFന്റെ ഒരു ചുവന്ന കോട്ടയായിരുന്നിടത്താണ് ഇവിടെ ഈ പറയുന്ന തരത്തിൽ LDF പിന്നിൽ പോയതും BJP മുന്നിലെത്തിയതും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി കോഴിക്കോട് വരുമ്പോഴത്തേക്കും കോഴിക്കോട്ടെ റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ BJPക്ക് 7 സീറ്റുകളായിരുന്നു 2020 ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് BJP 13 സീറ്റുകൾ വീണ്ടും വർദ്ധിച്ചു. അതായത് ഏകദേശം ഇരട്ടി സീറ്റുകളോളം BJPക്ക് അവിടെ ലഭിക്കുന്ന തരത്തിൽ ഈ കോഴിക്കോടും അതോടൊപ്പം തന്നെ കൊല്ലത്തും കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു സൂചനയാണ്. ശരിക്കും പറഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിട്ടുള്ള ഇവിടങ്ങളിലൊക്കെ തന്നെയും BJPയുടെ ഒരു മുന്നേറ്റം. കോർപ്പറേഷൻ മുഴുവൻ നോക്കുമ്പോഴത്തേക്കും BJP സീറ്റുകൾ കൂടിയിട്ടേ ഉള്ളൂ എല്ലായിടത്തും എന്നുള്ളത് എടുത്തു പറയണം. കൊച്ചി കോർപ്പറേഷൻ നോക്കുമ്പോഴത്തേക്കും 2020 5 സീറ്റുകളായിരുന്നിടത്ത് ഇപ്പോൾ 1 സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് 6 സീറ്റുകളായിരിക്കുന്നു അവർ. തൃശ്ശൂർ നോക്കുമ്പോഴത്തേക്കും തൃശ്ശൂർ അവർക്ക് 6 സീറ്റുകളായിരുന്നു 2020, എങ്കിൽ 2 സീറ്റ് ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 8 സീറ്റുകളായിട്ട് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അപേക്ഷിച്ച അളവിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവർക്ക് അവിടെ ഒരു താഴ്ച സംഭവിച്ചിട്ടില്ല. തൃശ്ശൂർ പോലും അവർ 2 സീറ്റുകൾ അധികം നേടുകയാണ് ഉണ്ടായത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ കണ്ണൂരും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കണ്ണൂർ 1 സീറ്റായിരുന്നു 2020 BJPക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അത്
4 മാറ്റാനായിട്ട് നിലവിൽ BJPക്ക് സാധിച്ചിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ കോർപ്പറേഷനും നോക്കുമ്പോഴത്തേക്കും BJP സീറ്റുകൾ വർദ്ധിച്ചിട്ടാണുള്ളത് ഈ 2025 തെരഞ്ഞെടുപ്പിൽ. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണത്തിൽ വന്നിരിക്കുന്നു. അതായത് 34 സീറ്റുകളായിരുന്ന NDA 2020 ഇപ്പോൾ 50 മാറ്റിയിരിക്കുന്നു. അതിൽ LDFന് 51 സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് LDF കൂപ്പുകുത്തിയിരിക്കുന്നു. UDFന് 10 നിന്നും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നല്ലാതെ ഭരണം പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് പ്രതിപക്ഷ സ്ഥാനവും കിട്ടിയിട്ടില്ല എന്നുള്ളതും ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. 3-ാം സ്ഥാനത്ത് തന്നെയാണ് അവർ ഇപ്പോഴും. പക്ഷെ അവിടെ NDAയുടെ ഒരു മുന്നേറ്റം അത് പ്രതീക്ഷിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് വിചാരിച്ചിരുന്നിടത്ത് NDA എല്ലാ അർത്ഥത്തിലും ഒരു വലിയ മുന്നേറ്റമാണ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. ഈ ഇടത്ത് നിന്ന് മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത്, അതായത് ഈ ഒരു കോർപ്പറേഷനിൽ മാത്രം നോക്കുമ്പോൾ തന്നെയും ഇന്ത്യക്ക് വളരെ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പല വാർഡുകളും ഈ പറയുന്ന തരത്തിൽ പഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികൾ, ടോട്ടൽ വാർഡുകൾ നോക്കുമ്പോൾ പോലും BJPയുടെ ഒരു വളരെ വലിയൊരു മുന്നേറ്റമാണ് കണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അതിനിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് BJP ലക്ഷ്യം വയ്ക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് അവർ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. 3-ാം മുന്നണി അവർക്ക് അത്രത്തോളം വളരെ ശക്തി പ്രാപിച്ചുകൊണ്ട് കേരളത്തിൽ മുന്നേറണം എന്നുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. വരുന്ന 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു മുന്നേറ്റം എന്ന് എടുത്തു പറയേണ്ടി വരണം. കാരണം അവർക്ക് ഇവിടെ ഒരു സീറ്റുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിന്നും ഇപ്പോൾ അവർക്ക് ഒരു MP ആയിരിക്കുന്നു. അവർക്ക് കോർപ്പറേഷൻ ഭരണമില്ലായിരുന്നിടത്ത് ഇപ്പോൾ അവർക്ക് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ഭരണം പിടിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അവർ ക്ഷമയോടുകൂടി അവർ മത്സരിച്ചു, അതോടൊപ്പം തന്നെ അവർ പ്രവർത്തിച്ചു, അതവർ നേടിയെടുക്കുന്ന തരത്തിലോട്ട് അവസാനം കാര്യങ്ങൾ മാറി. അത് തിരുവനന്തപുരത്തെ പ്രാബല്യത്തിൽ വന്നു. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വയ്ക്കുന്ന സീറ്റുകൾ, ആ സീറ്റുകളിൽ വിജയത്തിലെത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലവിൽ കാണുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതായത് 10 സീറ്റുകളെങ്കിലും, കുറഞ്ഞത് 10 സീറ്റുകളിലെങ്കിലും അവർക്ക് വിജയിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ അവർ ഇതിനോടകം തന്നെ ചെയ്തു വച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതിൻ്റെ സൂചനയായിട്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഈ ഒരു വിജയം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവർ വിജയിച്ചിടങ്ങളിൽ മാത്രമല്ല, ഇവർ നിലവിൽ പ്രതിപക്ഷമായിരിക്കുന്നിടത്ത് വരെ, അതായത് 2-ാം സ്ഥാനത്തെത്തിയ ഇടങ്ങൾ വരെ കൂടുതലാണ് നിലവിലുള്ളത് എന്നുള്ളത് എടുത്തു പറയണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറഞ്ഞത് ഒരു 10 സീറ്റെങ്കിലും, അതായത് 10 MLAമാരെങ്കിലും 2026 ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് BJP കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇത് തീർച്ചയായിട്ടും തിരിച്ചടിയായി മാറുന്നത് LDFനാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത്. അതായത് LDFനെ സംബന്ധിച്ചിടത്തോളം 2026 തെരഞ്ഞെടുപ്പ് അതിനിർണായകം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കാം 2026 സംഭവിക്കാൻ പോകുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റം അത് നിലവിലത്തെ സാഹചര്യത്തിൽ UDFന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏത് തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ പറയാനായിട്ട്. അതായത് ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ പോലും UDFനെ സംബന്ധിച്ചിടത്തോളം ഇനിയും മുന്നേറാനായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാം. കാരണം LDFനെ തൂത്തുവാരി കളയാനായിട്ട് UDFന് നിലവിലും സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെ. അതായത് ഒരു തിരിച്ചടി LDFന് സംഭവിച്ചിരിക്കുന്നു, എല്ലാ അർത്ഥത്തിലും ഒരു തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഒരു ക്ലീൻ സ്വീപ്പ്, അതായത് ഈ പറയുന്ന തരത്തിൽ LDFനെ പരിപൂർണമായിട്ടങ്ങ് ഇല്ലാതാക്കി തോൽപ്പിച്ച് കളയാനായിട്ട് UDFന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കടുത്ത പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നു. ഈ ഒരു തോൽവി മനസ്സിലാക്കിക്കൊണ്ട് LDF കളികൾ മാറ്റിക്കളിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ UDF ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ BJPയുടെ മുന്നേറ്റവും
അത് തീർച്ചയായിട്ടും UDF പേടിക്കേണ്ടതും അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പോക്കാണെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, BJP അക്കൗണ്ട് തുറക്കുമെന്നുള്ള സംശയം ഇപ്പോൾ ആർക്കും തന്നെ വേണ്ട. അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല, BJP എത്രത്തോളം സീറ്റുകൾ നേടുമെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അക്കൗണ്ട് ഉറപ്പായിട്ടും BJP തുറക്കുമെന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ പറയുന്ന തരത്തിൽ 2 അക്കം വരെ എത്താൻ പാകത്തിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയണം. അത് എത്രത്തോളം എത്തിക്കാനായിട്ട് BJPക്ക് സാധിക്കും എന്നുള്ളത് മാത്രമാണ് ഇതിലെടുത്ത ചോദ്യം എന്ന് പറയും. ഇനിയും 6 മാസം ഈ 6 മാസത്തിനുള്ളിൽ വമ്പൻ അട്ടിമറികൾക്ക് ഇനിയും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് ഈ പോക്കാണെങ്കിൽ BJPക്ക് ഗുണകരമാക്കി മാറ്റാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അതോടൊപ്പം തന്നെ LDF UDF BJP ത്രികോണ പോരാട്ടമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറിയാനുമായിട്ട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്ന തരത്തിലോട്ട് എത്താനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരു തൂക്കസഭയിലോട്ട് കാര്യങ്ങൾ മാറിയാൽ പോലും BJP നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കേരളത്തിൽ കാര്യങ്ങൾ എത്തും. എന്തായാലും കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിലവിലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം കണ്ണുമടച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. LDFനെയും UDFനെയും പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം പലയിടത്തും BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു, ഭരണത്തിലെത്താൻ സാധിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടമെന്നെടുത്ത് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ പുതിയ അധ്യക്ഷനായിട്ട് വന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും വലിയ തോതിലുള്ള ഒരു വിജയമെന്ന് അതിനെ എല്ലാ അർത്ഥത്തിലും കാണേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്.